നട്ടല് ശരിക്കും നിവർന്നിരിക്കണം എല്ലാവരും. കണ്ണുകളടച്ച് നോർമൽ ബ്രീത്തിങ് ആയിരിക്കണം. ദീർഘമായിട്ടൊന്ന് ശ്വാസം എടുത്തിട്ട് സാവകാശം കണ്ട് ശ്വാസം എടുക്കാൻ അധികം നേരിട്ട് ശ്വാസം എടുക്കണം. കൂടുതൽ സമയത്ത് ലങ്സ് നിറച്ച് അതേപോലെ സാവകാശം അതിലും സാവകാശം വേണം. എക്സൈൽ ചെയ്ത് ഫുൾ എംപ്റ്റി ആവാൻ ശ്രദ്ധ മുഴുവൻ നമ്മുടെ ലങ്സിനകത്തേക്കായിരിക്കണം. മനസ്സോട് നമ്മുടെ ലങ്സിനെ കാണണം. ഇൻഹേൽ നിറഞ്ഞു വരുമ്പോൾ ടൈറ്റ് ആയിട്ട് അത് തുണിയണം. എക്സൈൽ ഫുൾ എംപ്റ്റി ആവാൻ തുണിയണം. അത് മാത്രം മനസ്സോട് കണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ അവരവർക്ക് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്ത് ഫുൾ എക്സൈൽ എംപ്റ്റി ആക്കി 4-5 തവണ ചെയ്ത് മാക്സിമം സമയം എടുത്ത് ചെയ്യണം. ശരീരത്തിന് ശരിക്കും ഓക്സിജൻ ലെവലൊക്കെ കൂടുതൽ വരും. ലങ്സ് നന്നായിട്ട് ഓപ്പൺ ആയിട്ട് നന്നായിട്ട് ശ്വാസം എടുത്ത് inhale, exhale, inhale, exhale. ഇനി ഒന്ന് നോർമൽ ബ്രീത്തിങ്ങിലാവണം. ബ്രീത്തിങ് ഒന്ന് നോർമലാക്കി ജാലന്തരം ചെയ്യണം. ശ്വാസം എടുത്തോണ്ട് ഷോൾഡർ ഉയർത്തി ഇൻഹേൽ ചെയ്ത് നന്നായിട്ട് ശ്വാസം ഫുള്ളെടുത്ത് ഷോൾഡർ ഉയർത്തി ഇൻഹേൽ ചെയ്ത് ഹോൾഡ് ചെയ്യണം. ചില്ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിരുന്നേ. എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റുമോ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. മാക്സിമം സമയം ഇരുന്ന് കഴിഞ്ഞാൽ പതിയെ തല നിവർത്തി ഷോൾഡർ താഴ്ത്തി വേണം എക്സൈൽ ചെയ്യാൻ. ഓരോ പ്രാവശ്യം വന്നിട്ട് നോർമലാവണം. നട്ടല് ശരിക്കും നിവർന്നിരിക്കണം. ഒരു കാരണവശാലും നടുവളർന്നിരിക്കരുത്. ഓരോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രീത്ത് നോർമലാക്കിയിട്ട് വീണ്ടും ചെയ്തോ. അതേപോലെ തന്നെ 3-4-5 പ്രാവശ്യം ചെയ്യാം. കൂടുതൽ ടൈം നിൽക്കാൻ നോക്കണം. ഹോൾഡിങ്ങിൽ കൂടുതൽ നേരം നിൽക്കാൻ നോക്കണം. ഓരോരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഓരോ പ്രാവശ്യം ഹോൾഡ് ചെയ്തത് മാക്സിമം സമയം കഴിഞ്ഞാൽ അധികം തലയിലേക്ക് ഷോൾഡർ അവരവരുടെ കഴിവനുസരിച്ച് കപ്പാസിറ്റി ലങ്സിന്റെ അനുസരിച്ച് വേണം ചെയ്യാൻ. ഓരോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നോർമൽ ഷോൾഡർ ഉയർത്തി വേണം കേട്ടോ ശ്വാസം എടുക്കാൻ. ശ്വാസം എടുക്കുമ്പോൾ ഷോൾഡർ ശരിക്കും മുകളിലോട്ട് ഉയർത്തി ശ്വാസം എടുക്കണം. എക്സൈൽ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഷോൾഡർ താഴ്ത്തുണ്ടാവുള്ളൂ. ഒന്ന് റിലാക്സ് ചെയ്തോളണം. കഴിഞ്ഞവർ ദീർഘമായിട്ട് ശ്വാസം എടുത്തിട്ട് നിൽക്കണം. നന്നായിട്ട് ശ്വാസം എടുത്തിട്ടുണ്ടെന്ന് ഓരോരുത്തരും ഫ്രീ ആയി കഴിഞ്ഞാൽ, റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ ദീർഘമായിട്ട് ശ്വാസം
ജാലത്തിന് ബന്ധത്തോടുകൂടി ചെയ്യണം. വീണ്ടും അതേപോലെ തന്നെ ശ്വാസം എടുത്ത് ഷോൾഡർ ഉയർത്തി ശ്വാസം എടുത്ത് ചില്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ മൂലാധാരത്തിന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം. മനസ്സിന് മുകളിലോട്ട് താഴോട്ട് പരിശോധിക്കണം. ഓരോ പ്രാവശ്യം അകത്തേക്ക് വലിക്കുമ്പോഴും ആ ഒരു ലൂസ് അതിൽ മാത്രം ശ്രദ്ധിച്ചാണ് ചെയ്യാൻ. ഓരോ പൾസ് പോലെ ഓരോ പ്രാവശ്യവും നമ്മുടെ മൂലാധാര ചക്രം മുകളിലോട്ട് അത് ബ്രീത്തിങ് ഹോൾഡിങ്ങിൽ ഇരുന്നിട്ട് തന്നെ വേണം ചെയ്യാൻ. താഴെ നെഞ്ചിലേക്ക് മുട്ടിച്ച് ചില്ലോക്ക് ചെയ്തിരുന്നിട്ട് നമ്മുടെ മൂലാധാര ചക്രത്തിന്റെ മുകളിലോട്ട് ഉയർത്താൻ താഴ്ത്തുകയും ചെയ്യണം. ഓരോ പ്രാവശ്യം നമ്മുടെ സ്പൈനൽ കോഡിലൂടെ അതിൻ്റെ ഒരു വേവ്സ് കയറി വന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് വേണം ഇരിക്കാൻ. എത്ര ടൈം ഇരിക്കാം, അത്ര ടൈം ഇരിക്കണം. അത്രമേ ശ്രദ്ധിച്ചിരുന്നാലും ഫീൽ കിട്ടുള്ളൂ. അത്രമേ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ആദ്യം കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ശരിയായി വരും. മാക്സിമം ട്രൈ ചെയ്തോണ്ടിരുന്നേ. ശ്രദ്ധ അതിൽ മാത്രമാണെങ്കിൽ അതൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രം ശ്രദ്ധിച്ചാണ് ചെയ്യാൻ. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും വീണ്ടും അതേപോലെ തലയുയർത്തി ഷോൾഡർ താഴ്ത്തി എക്സൈൽ ചെയ്യണം. ഷോൾഡർ താഴ്ത്താൻ മാത്രം ഉണ്ടാവണം. അത്ര മുകളിലോട്ട് ഉയർത്തിയിട്ട് വേണം കൊണ്ടിരിക്കാൻ. ചെസ്റ്റ് അത്ര മുകളിലോട്ട് പൊക്കി ഷോൾഡർ ഉയർത്തി ചില്ലോക്കി ഇരിക്കാവുള്ളൂ. അതാണ് സ്പൈൻ ചെയ്യുന്നത്. നമ്മുടെ സ്പൈനൽ കോഡിന് ചുറ്റും ഇടവിട്ടുള്ള നാടുകളുണ്ട്. ആ ഇടവിട്ടുള്ള നാടുകളെല്ലാം നന്നായിട്ട് കാണാൻ എനർജിയെ നമ്മൾ മുകളിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. 2-3 പ്രാവശ്യം എല്ലാവരും ശേഷം വേണം അടുത്ത പ്രാവശ്യം ചെയ്യാൻ. കൂടുതൽ ടൈം നിൽക്കാൻ നോക്കണം. സ്പൈൻ ഒരു കാരണവശാലും വളയ്ക്കരുത്. നിവർന്നിരിക്കാവൂ. രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ബ്രീത്തിങ്ങിലേക്ക് വരണം. ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടണം. നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് ഫുൾ എക്സൈൽ ചെയ്ത് ദീർഘശ്വാസം എടുക്കുന്ന പോലെ മുകളിലൂടെ തന്നെ ഇൻഹെയിൽ ചെയ്ത് മുകളിലൂടെ തന്നെ വേണം എക്സൈൽ ചെയ്യാൻ. ഇൻഹെയിൽ, എക്സൈൽ, ഇൻഹെയിൽ, എക്സൈൽ, ഇൻഹെയിൽ, എക്സേൽ. ഇനി ഭ്രമരി പ്രാണായാമം ചെയ്യാം. ചൂണ്ടുവിരലുകൊണ്ട് കൈയുടെ ചൂണ്ടുവിരലുകൊണ്ട് ചെവി നന്നായിട്ട് അടച്ചു വെക്കണം. വേറെ ശബ്ദങ്ങൾ കേൾക്കാതെ അടയ്ക്കണം. അടച്ചതിന് ശേഷം നന്നായിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് നാവ് വളച്ച് മേലെണ്ണാക്കിലേക്ക് വെക്കണം. എന്നിട്ട് നല്ല ശബ്ദത്തോടു കൂടി തന്നെ വേണം എക്സൈൽ ചെയ്യാൻ. അത്രയും ശബ്ദത്തോടു കൂടിയാണ്, ഒരു പെൺമണ്ണിൻ്റെ ശബ്ദത്തോടു കൂടിയാണ് ഭ്രമരി പ്രാണായാമം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വളഞ്ഞിരിക്കുന്നവരൊക്കെ നിവർന്നേ, അജീഷൊക്കെ നിവർന്നേ, ശരിക്കും നിവർന്നിരുന്ന് വേണം ചെയ്യാൻ. ഇൻഹെയിൽ ചെയ്ത് ഫുൾ ഇൻഹെയിൽ ചെയ്തിട്ട് ചെവി ടൈറ്റായിട്ട് അടച്ചിട്ട് നന്നായിട്ട് ശബ്ദം കേൾക്കണം. വീണ്ടും അതേപോലെ തന്നെ ഇൻഹെയിൽ, ഒന്നുകൂടെ അതേപോലെ തന്നെ ഇൻഹെയിൽ, നോർമൽ ബ്രീത്തിങ്. കൈയൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് നോർമൽ ബ്രീത്തിങ്. ഒന്നുകൂടെ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്ത് എക്സൈൽ ചെയ്യണം. ദീർഘമായിട്ടൊന്ന് ഇൻഹെയിൽ ചെയ്ത് എക്സൈൽ ചെയ്ത്
ഇനി അനലോമ വിലോമ പ്രാണായാമ. ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കണം, വലത് കൈ നാസിക മുദ്രയിൽ വെക്കണം. ആദ്യത്തെ 2 വിരലുകൾ അടച്ചു വെക്കണം. ചെറുവിരലും മോതിരവിരലും തമ്പും വിടർന്നിരിക്കണം. നടു ശരിക്കും നിവർന്നിരിക്കണം. വേറെ ഒന്നും ശ്രദ്ധിക്കരുത്. മോതിര വിരലുകൊണ്ട് ഇടത് മൂക്ക് അടച്ചു പിടിക്കണം. മോതിര വിരലുകൊണ്ട് ഇടത് മൂക്ക്, വലത് കൈയാണ് നാസികാമുദ്ര. അത് ചേച്ചിട്ട് ഇടത് കൈയാണ്. വലത് കൈ കൊണ്ട് നാസികാമുദ്ര, ഇടത് കൈ ചിന്മുദ്രയുടെ. ഇനി വലത് കൈയുടെ മോതിര വിരലും കൊണ്ട് ഇടത് മൂക്ക് അടക്കണം. വലത് കൈയുടെ മോതിര വിരലുകൊണ്ട് ഇടത് മൂക്കടച്ച്. ആര്യന്മാർക്ക് പോരുത്. ഇനി നന്നായിട്ട് കണ്ണൊക്കെ ഒന്ന് അടച്ചിരുന്ന് റിലാക്സ് ചെയ്ത് ഫുള്ളങ്ങ് ഇൻഹെയിൽ ചെയ്ത് ആ മുക്കിലൂടെ മാത്രം ഇൻഹെയിൽ ചെയ്ത് ആ മുക്കിലൂടെ മാത്രം എക്സെയിൽ ചെയ്യണം. ഇൻഹെയിൽ ഇൻഹെയിൽ ചെയ്ത് നിറച്ച് ഫുൾ എംപ്റ്റി ആവണതും വലത് മൂക്കിലൂടെ തന്നെ ആയിരിക്കണം. ഇടത് മൂക്കിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് വലത് മൂക്കിലൂടെ മാത്രമാണ് പ്രാണൻ എടുത്തു വിടുന്നത്. വീണ്ടും വീണ്ടും ചെയ്തു തന്നെ മാക്സിമം അധിക സമയമെടുത്ത് കൂടുതൽ ശ്വാസം എടുക്കണം. അതേപോലെ തന്നെ എക്സെയിൽ ചെയ്യുകയും ചെയ്യണം. ഫുൾ അടിക്കാക്കി എക്സെയിൽ, inhale, exhale, inhale, exhale. ഒന്നുകൂടെ നോർമൽ ബ്രീത്തിങ്ങിൽ വരണം. തമ്പ് കൊണ്ട് എന്നിട്ട് വലത് മൂക്ക് അടയ്ക്കണം. സ്പൈൻ ശരിക്കും നിവർന്ന് തന്നെ ഇരിക്കണം. തലയെ നേരെയൊക്കെ ആക്കി വെച്ച് തമ്പ് കൊണ്ട് വലത് മൂക്ക് അടച്ചിട്ട് ഇടത് മൂക്കിലൂടെ തന്നെ അതേപോലെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിലൂടെ തന്നെ എക്സെയിൽ ചെയ്തേ. ഇൻഹേൽ ചെയ്യണതും ലെഫ്റ്റ് നോസിലൂടെ, എക്സെയിൽ ചെയ്യണതും ലെഫ്റ്റ് നോസിലൂടെ ആയിരിക്കണം. കുനിഞ്ഞിരിക്കരുത്. തലയൊക്കെ നിവർത്തി നട്ടലൊക്കെ നിവർത്തി തന്നെ ഇരിക്കണം. നന്നായിട്ട് ഇൻഹേൽ, എക്സെയിൽ, ഇൻഹേൽ, exhale, inhale, exhale. ഇനി ഇടത് മൂക്കിലൂടെ നന്നായിട്ട് ഇൻഹേൽ ചെയ്തിട്ട് ഇടത് മൂക്ക് അടച്ചിട്ട് വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്ത് വീണ്ടും അതേപോലെ തന്നെ ഇടത് മൂക്കിലൂടെ ഇൻഹേൽ ചെയ്തിട്ട് ഇടത് മൂക്ക് അടച്ചിട്ട് വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യണം. ചന്ദ്രഭേദ പ്രാണായാമ. നമ്മുടെ ചന്ദ്രനാടികളെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് സൂര്യനാടികളിലൂടെ എക്സെയിൽ ചെയ്യുക ചെയ്യണത്. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യണം. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്ക് അടച്ച് വലത് മൂക്കിലൂടെ എക്സെയിൽ ചെയ്യണം. നടുവൊക്കെ നിവർന്നിരുന്ന് അതിൽ മാത്രം ശ്രദ്ധിച്ച് ഇൻഹേൽ, എക്സെയിൽ, ഇൻഹേൽ, exhale, inhale, exhale. ഇനി വലത് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വലത്തെ മൂക്കിലൂടെ ഇൻഹേൽ ചെയ്ത് വലത് മൂക്ക് തമ്പുകൊണ്ട് അടച്ചിട്ട് ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യണം. വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്യണം. സൂര്യഭേദ പ്രാണായാമ. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, എക്സെയിൽ ചെയ്യണ മുക്കിലൂടെ തന്നെ ഇൻഹെയിൽ ചെയ്തേ. വീണ്ടും ഏത് മുക്കിലൂടെ എക്സെയിൽ ചെയ്യണോ ആ മുക്കിലൂടെ മാത്രം ഇൻഹെയിൽ ചെയ്തിട്ട് ആ മുക്ക് അടച്ചിട്ട് ഓപ്പോസിറ്റ് മുക്കിലൂടെ എക്സെയിൽ ചെയ്യണം. ഏത് മുക്കിലൂടെയാണോ എക്സെയിൽ ചെയ്യണം ആ മുക്കിലൂടെ ഇൻഹെയിൽ ചെയ്തിട്ട് അത് അടച്ചിട്ട് ഓപ്പോസിറ്റ് മുക്കിലൂടെ എക്സെയിൽ ചെയ്യണം. അനലോമ വിലോമ പ്രാണായാമ, നാഡീശുദ്ധി പ്രാണായാമ. നമ്മുടെ ഇടപിംഗള നാഡികളെ
നന്നായിട്ട് ഓപ്പണാക്കി വരും. ബ്രീത്തിങ് നന്നായിട്ടാവും. നമ്മുടെ ഇടപിംഗള നാഡികളുടെ എല്ലാത്തിൻ്റെയും നെർവസിൻ്റെ എൻഡ് കൊണ്ടുവന്ന് നമ്മുടെ മൂക്കിൻ നാസിക അഗ്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം നന്നായിട്ട് ഉണർന്നു വരും. പ്രാണസഞ്ചാരം കൂടും ശരീരത്തിൽ. വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്തു. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി നോർമൽ ബ്രീത്തിങ്ങിലിട്ട് പോലെ എല്ലാവരും കൈകളൊക്കെ കാലിലിട്ട് വെച്ച് കാലിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റിയിരിക്കണമെങ്കിൽ വജ്രാസനത്തിലിരിക്കണമെങ്കിൽ വജ്രാസനത്തിലേക്ക് ഒന്ന് ഇരുന്നു. അങ്ങനെ കംഫർട്ടാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നു. നോർമൽ ബ്രീത്തിങ്ങിലിട്ട് ഇരുന്നിട്ട് നമുക്ക് ശീതളി പ്രാണായാമം ചെയ്യാം. ചൂട് വേഗം വെച്ചിരുന്ന് കുറയ്ക്കാൻ പാകത്തിന്. നാക്കിൻ്റെ അഗ്രം മുകളിലോട്ട് വളച്ചു പിടിക്കണം. എന്നിട്ട് പല്ല് കടിച്ചു പിടിച്ച് ചുണ്ട് തുറന്നിരിക്കണം. പല്ലിൻ്റെ ഇടയിലൂടെ ശീൽക്കാരി ശബ്ദത്തോടെ നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് ചുണ്ടടച്ചിട്ട് മൂക്കിലൂടെ എക്സേൽ. വീണ്ടും അതേപോലെ വാ തുറന്ന് എക്സേൽ. നാക്ക് വളച്ച് മേലനാക്കിൽ ഉള്ളിൽ വയ്ക്കണം. നാക്കിൻ്റെ തുമ്പ്. ഇത് പല്ല് കടിച്ചു പിടിച്ചാൽ 2 പല്ലിൻ്റെ ഇടവശങ്ങളിലൂടെ വേണം ശ്വാസം എടുക്കാൻ. തണുത്ത വായു നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറി ചെല്ലുമ്പം വേഗം നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറഞ്ഞു വരും. ഉഷ്ണകാലത്ത് ചെയ്യുന്നതാണ് ശീതളി. എക്സേൽ, ഇൻഹേൽ, എക്സേൽ. വീണ്ടും ഒന്ന് നോർമൽ ബ്രീത്തിങ്ങിലോട്ട് വരണം. നോർമൽ ബ്രീത്തിങ്. ദീർഘമായിട്ട് ഒന്നോടെ ശ്വാസം എടുത്ത് വിട്ടു. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. അങ്ങനെ തന്നെ ഇരുന്ന് വലത് കൈ ചുരുട്ടി ഇടത് കൈ കൊണ്ടൊന്ന് പുറകിലേക്ക് പിടിച്ചിരുന്ന് ശശങ്കാസനോടെ ചെയ്ത് ഇൻഹേൽ ചെയ്ത് പുറകിലേക്ക്, എക്സേൽ ചെയ്തുകൊണ്ട് നടു നീട്ടി കൊണ്ടുവന്നിട്ട് നെറ്റിനിലത്തേക്ക് മുട്ടിക്കണം. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന നോർമൽ ബ്രീത്തിങ്ങിൽ 1 2 3 4 5 6 7 8 9 10. ഇൻഹേൽ, എക്സേൽ. നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തേ.